ഹലോ മൈ ഡിയർ പാർട്ട്നേഴ്സ്, ഞാൻ ഷാജി കണ്ണൂർ. എങ്ങനെയാണ് നമ്മുടെ ട്രസ്റ്റ് വാലറ്റിൽ നിന്നും മറ്റൊരു വ്യക്തിയുടെ ട്രസ്റ്റ് വാലറ്റിലേക്ക് നമ്മുടെ ഡിജിറ്റൽ അസറ്റ്, അതായത് നമ്മുടെ സൈറ്റിൽ നിന്നും മറ്റൊരു സൈറ്റിലേക്ക് പിയർ ടു പിയർ വഴി നമ്മുടെ കയ്യിലുള്ള ഡിജിറ്റൽ അസറ്റ്, അതായത് USDT കൈമാറുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യം നിങ്ങളുടെ ട്രസ്റ്റ് വാലറ്റ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ 6 ഡിജിറ്റൽ പിന്നോ അല്ലെങ്കിൽ ഫിംഗറോ കൊടുക്കേണ്ടി വരും. അതിനുശേഷം നിങ്ങളുടെ അക്കൗണ്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വരും. ഓക്കെ, അതിനുശേഷം ഏറ്റവും താഴെ വലതുവശത്ത് ഡിസ്കവർ എന്ന് കാണാം. അവിടെ ഒന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, സെർച്ച് ബാറിൽ സെർച്ച് ഓർ എൻ്റർ ദി ആപ്പ് URL അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ടോക്കൺ ഫാമിംഗ് IO നിങ്ങൾ ആദ്യം സെർച്ച് ചെയ്ത വ്യക്തിയാണെങ്കിൽ ഇതുപോലെ ഹിസ്റ്ററിയിൽ അത് വന്നു കാണും. ഇല്ലെങ്കിൽ സെർച്ച് ബാറിൽ ടോക്കൺ ഫാമിംഗ് .io എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഞാനിവിടെ ഹിസ്റ്ററിയിലുള്ളത് കൊണ്ട് അവിടെ ടച്ച് ചെയ്യുകയാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് വരും. പ്രൊസീഡ് എനിവേ അവിടെ ഒന്ന് ടച്ച് ചെയ്യുക. അതിനുശേഷം ഇവിടെ ചെറിയൊരു ബോക്സ് കാണാം. അവിടെ 2 ടിക്ക് കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം സ്ക്രോൾ ചെയ്ത് നമ്മുടെ സൈറ്റിലേക്ക് ഇപ്പോൾ പ്രവേശിക്കാൻ പോവുകയാണ്. ഓക്കെ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും നമുക്ക് എൻ്റർ 6 ഡിജിറ്റ് എന്ന് കാണാം. അവിടെ നിങ്ങളുടെ 6 ഡിജിറ്റ് കൊടുക്കുക. 1 2 3 4 5 6. ഓക്കെ, അങ്ങനെ കൊടുത്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു പേജാണ് വരിക. നമുക്ക് നോട്ടിഫിക്കേഷനും മറ്റു കാര്യങ്ങളൊക്കെ സിസ്റ്റം തരുന്നത് ഇവിടെയാണ്. ഓക്കെ, ഇവിടെ അതിനുശേഷം ഏറ്റവും മുകളിൽ ഒരു 3 വര കാണാം, ചെറിയ ഏറ്റവും മുകളിൽ. അതിന് നേരെ താഴെ കാണുന്നത് നമ്മുടെ ID നമ്പറാണ്. ഇടതുവശത്ത് കാണുന്നത് കണക്റ്റഡ്, നമ്മുടെ സ്മാർട്ട് കോൺട്രാക്ട് അഡ്രസ്സാണ്. ഓക്കെ, ഇവിടെ 3 വര ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിങ്ങനെ ഒരു ഓപ്ഷൻ വരും, വാലറ്റ് ബോർഡ് ഫാമിംഗ് സ്റ്റാറ്റസ്, റെഫറൽ സ്റ്റാറ്റസ്, റിവാർഡ് സ്റ്റാറ്റസ്, സീഡ് ഫണ്ടിങ് ആൻഡ് ലോഗൗട്ട്. നമുക്കിവിടെ എന്താ വേണ്ടത്, പിയർ ടു പിയർ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 4ാമത്തെ ഓപ്ഷൻ റിവാർഡ് സ്റ്റാറ്റസ് ഓപ്പൺ ചെയ്യുക. റിവാർഡ് സ്റ്റാറ്റസ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരും. അവിടെ റിവാർഡ് ഡീറ്റെയിൽസ് ആൻഡ് റെഡീം റിവാർഡ് എന്ന് കാണാം, റിവാർഡ് സമ്മറിൽ. അപ്പോൾ റെഡീം റിവാർഡിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അങ്ങനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും പേജ് സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ വരുന്നത് കാണാം. നമുക്കിവിടെ 395.10 ടോക്കണാണ് റിവാർഡായി വന്നിട്ടുള്ളത്. അപ്പോൾ ടോക്കൺ ഫാമിംഗ്, വാലറ്റ് ഫാമിംഗ്, അതിന് നടുവിൽ കാണുന്ന റെഡീമിലൊന്ന് ക്ലിക്ക് ചെയ്യുക. റെഡീമിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ചൂസ് റെഡീം ഓപ്ഷൻ എന്ന് പറയുന്നൊരു പേജ് വരും. ആ ഒരു ബോക്സിലൊന്ന് വീണ്ടും ടച്ച് ചെയ്യുക. അങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് 3 ഓപ്ഷനാണ് വരിക. ചൂസ് റെഡീം ഓപ്ഷൻ, ടു സ്റ്റാർട്ട് ന്യൂ ടോക്കൺ ഫാമിംഗ്, ടു ഗെറ്റ് PVC മെറ്റാ ടോക്കൺ. നമുക്ക് ആവശ്യം ഇവിടെ ടു സ്റ്റാർട്ട് ന്യൂ ടോക്കൺ ഫാമിംഗ് ആണ് 2ാമത്തെ കോളം. അവിടെ ഒന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ഇങ്ങനെ വരും, ടു സ്റ്റാർട്ട് ന്യൂ ടോക്കൺ ഫാമിംഗ്. അവിടെ നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, എൻ്റർ യൂസർ ID സെൽഫ്, അതിന് താഴെ 500 ഇൻ മൾട്ടിപ്ലൈ ഓഫ് 100 മാക്സിമം എന്ന് കാണാം. ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. സെൽഫ് എന്ന് പറഞ്ഞ ആ ഒരു കോളത്തിൽ നിങ്ങൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള ഡിജിറ്റൽ അസറ്റ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തന്നെ സെൽഫ് ഇൻവെസ്റ്റ്മെൻ്റായിട്ട് പോകും. ഇവിടെയാണ് പിയർ ടു പിയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ആർക്കാണോ നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഡിജിറ്റൽ അസറ്റ് അയച്ചു കൊടുക്കേണ്ടത് അവരുടെ അക്കൗണ്ട് നമ്പർ ഇവിടെ നമ്മൾ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ പേസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, എത്രയാണോ അദ്ദേഹത്തിൻ്റെ വാലറ്റിലേക്ക് നമ്മുടെ കയ്യിലുള്ള ഡിജിറ്റൽ അസറ്റ് അയക്കേണ്ടത്, ഇവിടെ ഞാൻ അയക്കാൻ പോകുന്നത് 300 USDT ആണ്. ഓക്കെ, അതുപോലെ നമ്മളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശ്രദ്ധിക്കുക, അതിനുശേഷം നമ്മൾ താഴെ കാണുന്ന സബ്മിറ്റ്, അവിടെ സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, വീണ്ടും എന്ത് വന്നു, നമുക്ക് പ്രൊസീഡ് വിത്ത് ലോഗിൻ പ്രൊസീഡ് വിത്ത് ലോഗിൻ എൻ്റർ 6 ഡിജിറ്റ് പിന്ന് വീണ്ടും നമ്മൾ കൊടുക്കുക. 1 2 3 4 5 6. ഓക്കെ, അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ
നമുക്ക് വീണ്ടും ഇങ്ങനൊരു പേജിലേക്കാണ് പോവുക. ഇവിടെ നമ്മൾ മുകളിൽ ഹൈ റിസ്ക് ട്രാൻസാക്ഷൻ എന്നുള്ള അവിടെ ടച്ച് ചെയ്തതിന് ശേഷം ഇങ്ങനൊരു പേജ് വീണ്ടും വരും. പ്രൊസീഡ് എനിവേ അവിടെ ടച്ച് ചെയ്യുക. ആദ്യത്തെ പ്രോസസ്സ് തന്നെ 2 ചെറിയ കോളത്തിൽ ടിക്ക് ഇട്ടതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം നമുക്ക് അപ്രൂവ് എന്ന് വരും. അവിടെ ടച്ച് ചെയ്യുക. വീണ്ടും നമുക്ക് എന്ത് വേണം? നമുക്ക് നമ്മുടെ പാസ്കോഡ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്ക്രോൾ ചെയ്ത് വരുന്നത് കാണാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ദി റിക്വസ്റ്റ് ടു റെഡീം ഫാമിംഗ് റിവാർഡ് ഹാസ് ബീൻ സക്സസ്ഫുള്ളി. ഓക്കെ, അപ്പോൾ അവിടെ ഓക്കെ കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. അതിനുശേഷം പേജ് വീണ്ടും റീഫ്രഷായി വന്നതിന് ശേഷം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക. നേരെ താഴെ റീസെൻറ്റ് ട്രാൻസാക്ഷൻ റെഡീമിന് താഴെ ടോക്കൺ ഫാമിംഗ് 18139780 എന്ന് പറഞ്ഞ അക്കൗണ്ട് നമ്പറിലേക്ക് 300 USDT ട്രാൻസ്ലേറ്റ് ചെയ്തു 27 സെപ്റ്റംബർ 2025. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ കയ്യിലുള്ള ഡിജിറ്റൽ അസറ്റ് മറ്റൊരു വ്യക്തിക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കേണ്ട വിധം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഞാൻ ഷാജി, കണ്ണൂർ. താങ്ക് യു.